ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ ഓട്ടോക്കാരൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സൂപ്പർ വീഡിയോ ആണ് കേട്ടോ. എൻ്റെ സുഹൃത്തും പിന്നെ നമ്മുടെ സബ്സ്ക്രൈബറുമായ റഹീം ഇന്നൊരു പുതുപുത്തൻ ഓട്ടോറിക്ഷ ഷോറൂമിൽ നിന്ന് ഇറക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഷോറൂം വന്നിരിക്കുന്നത് ആലുവ മുട്ടത്താണ്. അത് ഏത് ഓട്ടോറിക്ഷയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? റഹീം കുറേ കാലമായിട്ടാ എന്നെ വിളിച്ചും അതുപോലെ തന്നെ പേഴ്സണലായിട്ടൊക്കെ എന്നെ ചോദിച്ചായിരുന്നു, മുന്നീർക്ക ഏത് ഓട്ടോറിക്ഷ എടുക്കണം എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഒരു ഓട്ടോറിക്ഷ എടുക്കാൻ തീരുമാനിച്ച് ഇന്ന് അത് ഇവിടുന്ന് ഡെലിവറി ആവുകയാണ്. ഏത് ഓട്ടോറിക്ഷയാണെന്ന് അറിയണ്ടേ? നോക്കിയേ, നോക്ക്, ബജാജ് XY ഡീസൽ ഓട്ടോറിക്ഷ. റഹീം ഇതേ ഓട്ടോറിക്ഷയുടെ അടുത്ത് തന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. റഹീം ഇതാണ്ടാ റഹീം. അപ്പൊ റഹീം ഇന്നലെ വിളിച്ചില്ലേ, ഇന്ന് ഓട്ടോറിക്ഷ കിട്ടുകയാണ്. മുനീർക്ക വന്നം വീഡിയോ എടുക്കാൻ വേണ്ടിട്ടല്ലേ? വീഡിയോ എടുക്കാൻ കാരണം എന്താണ്? പറയാൻ കാരണം ഇത് റഹീമിന്റെ അനിയൻട്ടാ. പേര് പറഞ്ഞോ? റഫീഖ്. എന്താ പരിപാടി? AVT കമ്പനിയിലല്ലേ? അപ്പൊ റഹീം ആദ്യമായിട്ടാണ് ഓട്ടോറിക്ഷ എടുക്കാൻ പോണത്? ഇതിനു മുമ്പ് ഏത് ഓട്ടോറിക്ഷ ഓടിച്ചോണ്ടിരുന്നത്? ആൽഫ അല്ലേ? പിന്നെ ബജാജ് XY ഡീസൽ എടുക്കാൻ കാരണം എന്താണ്? നല്ല വണ്ടിയാന്ന് തോന്നുന്നു. അതല്ലേ? അഭിപ്രായം ചോദിച്ചപ്പോ നല്ലത്. അതല്ലേ? ഓക്കെ. അത് അകത്തത്തെ കാര്യങ്ങളൊക്കെ സെറ്റായ വണ്ടി ഇറക്കാനുള്ള പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ? അപ്പൊ ഞാൻ പുതുപുത്തൻ ബജാജ് XY ഡീസൽ ഓട്ടോറിക്ഷ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാട്ടാ. എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. നോക്കിയേ, പുതുപുത്തൻ ഓട്ടോറിക്ഷ ബജാജ് XY. നമുക്ക് ആദ്യം കിലോമീറ്റർ ഒന്ന് നോക്കാട്ടാ. 15 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ബോഡി വർക്ക് ഉടനടി ചെയ്യുന്നില്ലെങ്കിൽ പടുതയൊന്ന് വലിച്ച് അടിക്കണം. ഫ്രണ്ടിൽ വലിയ സ്പ്രിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ 3 ടയറും റേഡിയൽ ആണ്. അതിനാൽ തന്നെ റോഡ് ഗ്രിപ്പ് കൂടുകയും ചെയ്യും. ബ്രേക്കിംഗ് ഒക്കെ സുഖകരമാകും. ഷോറൂം വന്നിരിക്കുന്നത് KP ബജാജ് മുട്ടം. റഹീം നമുക്ക് ഇറക്കിവന്നാ. ഉമ്മ, റഹീമതെ പുതിയ ഓട്ടോറിക്ഷയ്ക്ക് എടുത്ത് ആദ്യം എങ്ങട്ടാ പോണത്? റഹീം എങ്ങടെ കൊണ്ടോണ? പ്രത്യേകിച്ച് തീരുമാനിച്ചിട്ടില്ല. ബാങ്കിലൊക്കെ ഒന്ന് പോകുന്നത്, പിന്നെ വ്യവസായത്തിന്റെ അവിടെ പോണം. അതല്ലേ? പിന്നെ എന്തെങ്കിലും പറയാനുണ്ടാ? ഒന്നും പറയാനില്ല. പിന്നെ ഇതിന്റെ ലോണും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ലോൺ പ്രധാനമന്ത്രിയുടെ സ്കീമാണ്, സബ്സിഡി കിട്ടുന്ന ഒരു സ്കീമാണ്. അപ്പൊ അത് ലോണിന്റെ പേരെന്താണ്? PMB എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ എന്തെങ്കിലുമൊക്കെ പേപ്പർ വർക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടത്? അത് നമ്മള് വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാല് ഞാനിപ്പോ ആലയില് ബന്ധപ്പെട്ട്, അപ്പൊ എനിക്ക് ചെങ്ങമനാട് പഞ്ചായത്തില് വ്യവസായത്തില് മേഡം ഉണ്ടായി. ആ മേഡം കുറെ പേപ്പറൊക്കെ ശരിയാക്കി തന്നു. അങ്ങനെ പഞ്ചായത്ത് മുഖേന സബ്സിഡി കൂടുതലുണ്ട്. അതല്ലേ? മുനിസിപ്പാലിറ്റി ഏരിയ ആകുമ്പോൾ വ്യത്യാസം വരും. അതല്ലേ? സബ്സിഡി എത്ര കിട്ടണത്? 1.5 എന്നോട് പറഞ്ഞ 1,50,000 സബ്സിഡി കിട്ടുമോ? പ്രധാനമന്ത്രിയുടെ സ്കീമില് പറഞ്ഞു. അതല്ലേ? അത് മുടങ്ങാതെ അടച്ചാലാണോ? അല്ല, അത് 2-3 മാസം അടച്ചാൽ അതിന്റെ പേപ്പർ ഭാഗങ്ങൾ എന്തൊക്കെ ശരിയാക്കണം. അതിനെപ്പറ്റി ഇനി കറക്റ്റ് ആയിട്ട് ഇനി പഠിക്കണം അല്ലേ? അവര് പറഞ്ഞ പേപ്പറുകളൊക്കെ നമ്മൾ റെഡി ആക്കി കൊടുത്തിട്ടുണ്ട് അല്ലേ? പിന്നെ ഇതിന് അടവ് എത്ര ഉണ്ട്? 6,000 സംതിങ് ഉണ്ട്. 6,000 രൂപ അല്ലേ? 6,000 ചില്ലറ. ഇപ്പൊ ഈ ഓട്ടോ ഓൺ ദ റോഡ് പ്രൈസ് എത്ര വന്നേണ? 3.35. 3.35 അല്ലേ? അതിൽ അവര് മാറ്റും കാര്യങ്ങളൊക്കെ ഒന്നും കുഴപ്പമില്ല. അവര് ഇവരുടെ സർവീസ് കുഴപ്പമുണ്ടായില്ല.
അതെ. നമുക്ക് ഓക്കെ റഹീമെ, അപ്പൊ എന്തായാലും റഹീമിന് നല്ല ഓട്ടോ ഒക്കെ ഉണ്ടാവട്ടെ. പിന്നെ ബോഡി വർക്ക് ഒക്കെ ചെയ്യണ്ട? ബോഡി വർക്ക് ചെയ്യണം. ബോഡി വർക്ക് ചെയ്യണ നമ്മള് വിളിക്കും, എല്ലാം മുന്നേക്കാനെ വിളിക്കുള്ളൂ. അപ്പൊ ബോഡി വർക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ റഹീം, നമുക്ക് ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവ് ഇല്ലേ, പേരൊന്നും അറിയാവോ? അമല്. അമലപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരൂ കേട്ടാ. നിങ്ങൾ കേറിയിരുന്നോ? പറഞ്ഞോ. ഗിയറിന്റെ തുടങ്ങും. എല്ലാ ഗിയറും താഴോട്ടാ പോകുന്നത്. 1, 2, 3, 4, 5 വരെ ഗിയർ ഉണ്ട്. 5 ഗിയർ ഉണ്ട് അല്ലേ? എല്ലാം താഴോട്ടാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ടോപ്പിലേക്ക് വന്നാൽ ന്യൂട്രലാണ്. ടോപ്പിൽ നമുക്ക് പോവില്ല. ന്യൂട്രലിന് മുകളിലാണ് റിവേഴ്സ്. റിവേഴ്സിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തൊരു ലിവർ ഉണ്ട്. അതെ, ആ ലിവർ പ്രസ് ചെയ്തുകൊണ്ട് ഇത് മുകളിലോട്ടാക്കിയാലേ വീഴുള്ളൂ. ഈ ലിവർ പ്രസ് ചെയ്യാൻ വേണം, ഒപ്പം ഇത് മുകളിലേക്ക് ആക്കാൻ വേണം അല്ലേ? അപ്പോഴാണ് റിവേഴ്സിലേക്ക് അല്ലാണ്ട് അങ്ങനെയല്ല, ക്ലച്ച് പിടിച്ചിട്ട് വേണം ഗിയർ ചേഞ്ച് ചെയ്യാൻ. ഗിയർ അപ്പൊ ന്യൂട്രൽ വന്ന ശേഷമാണ് റിവേഴ്സിലേക്ക് കയറുള്ളൂ അല്ലേ? ന്യൂട്രൽ വന്ന് നിന്നിട്ട് ലോക്ക് ആയിരിക്കും. മുകളിലോട്ട് പോവാതിരിക്കാൻ വേണ്ടി ഒരു എമർജൻസി പോലെ എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് റിവേഴ്സ് പോവാതിരിക്കാൻ വേണ്ടി ഒരു ലോക്കാണ്. ആ ലോക്ക് വിടാൻ വേണ്ടി ഒരു സ്വിച്ച് മാത്രമാണ്. സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോക്ക് വിട്ടിട്ട് നേരെ അതിനുശേഷം നമുക്ക് നോർമലി ഗിയറിട്ട് പോകണമെങ്കിൽ താഴോട്ടാക്കിയാൽ മാത്രം മതി. സ്വിച്ച് ആക്കില്ല. അപ്പൊ ഓരോ ഗിയറും ചേഞ്ചിങ് ആ സ്പീഡ് ഒന്ന് പറയാൻ പറ്റുമോ? ഫസ്റ്റ് തേർഡ് 10 കിലോമീറ്റർ സ്പീഡ്, 3, 4 ഗിയർ 15 കിലോമീറ്റർ സ്പീഡ്, 4, 5 ഗിയർ 20 കിലോമീറ്റർ സ്പീഡ് അല്ലേ? 20 കിലോമീറ്റർ സ്പീഡിന് മുകളിൽ പോയാൽ 5 ഇടാൻ പാടുള്ളൂ, അങ്ങനെയാണോ? അങ്ങനല്ല, 20 വരെ 20 താഴെ ഗിയർ നല്ല ഇടാൻ പാടില്ല. വണ്ടി ചാടി 20ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് റിമൈൻഡർ പോലെ നമുക്ക് ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ചങ്ങോട്ട് ഓടിച്ചു കഴിയുമ്പോ ക്ലിയർ ആയിക്കോളും. പിന്നെ ഇത് സെൻസർ അല്ലേ ഇതില്ലേ? സെൻസർ എന്ന് പറയാൻ പറ്റില്ല, ബാക്കിയെല്ലാം കേബിൾസ് ആണ്. ഫംഗ്ഷൻ മാത്രം സെൻസർ. പമ്പിലേക്ക് വന്നത് കേബിൾ അല്ലേ? ആക്സിലേറ്റർ കേബിള് കേബിൾ ആണല്ലേ? ശരിക്കും ഇത് സെൻസർ ആണിത്. എഞ്ചിൻ സെൻസർ വണ്ടി എന്ന് പറഞ്ഞാൽ BS6 എന്ന് പറഞ്ഞാൽ സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള വണ്ടികളാണ്. അതെല്ലാ വണ്ടികൾക്കും സെൻസർ അങ്ങനത്തെ മനസ്സിലായാ? എന്തൊരു സംശയം ഉണ്ടാ? അതോ വർക്ക് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ മാറ്റ് തന്നെ ഉണ്ട് അല്ലേ? അത് വർക്ക് ചെയ്യില്ലാന്നുള്ളൂ. വണ്ടിക്ക് അതൊരു കുഴപ്പമുണ്ടാവില്ല. ഇത് മാറ്റാണ്. ഇത് നമ്മുടെ പടുത വലിച്ചടിക്കാനുള്ള ബെൽറ്റ്, പിന്നെ ബോഡി വർക്ക് ചെയ്യണപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇത് മറ്റേ എയർ ക്ലീനറിന്റെ അല്ലേ? മുകളിലേക്കുള്ള കണക്ഷൻ ആണ്. അത് നിങ്ങൾ കൊടുത്തിട്ടില്ല അല്ലേ? എക്സ്റ്റൻഡർ അത് നമുക്ക് കൊടുക്കില്ല. അത് ഷീറ്റ് അടിക്കുന്നവർക്ക് ഇട്ട് കഴിഞ്ഞാല് ഇൻകേസ് അതിന്റെ ഒരു അലൈൻമെന്റ് മാറി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ജാക്കി ഒറ്റടിക്ക് പോകുമോ? അത് അയക്കാൻ അങ്ങനെയല്ല. അത് ഇപ്പൊ നമുക്ക് പഞ്ചറ കൊട്ടിക്കാനാണെങ്കിൽ സിമ്പിളാണ്. അങ്ങനത്തെ ചൂരെടുക്കുക. അത് നമുക്ക് കഴിക്കാൻ പറ്റില്ല. കുറച്ച് കയർ ഇതിനോടത്താണ് അത് സിസ്റ്റം പോലെ വലിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലേ? റഹീമെ വലിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ അറിയാമോ? ഇത് അതെ. ഇതിന് പെട്ടെന്നൊന്ന് തള്ളി സ്റ്റാർട്ട് ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇതെന്നത് ഫസ്റ്റ് എയ്ഡാ? ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ? ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഒക്കെ ഉണ്ട് കേട്ടാ. അതല്ലേ? റഹീം ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ. ഓക്കെ, ഡീസൽ ഫുള്ള് ചെയ്ത് കൊടുക്കൂലേ?
ഡീസലിന്റെ ആശ വാങ്ങിച്ചോ? ഓഫ് ചെയ്തത് ഇതാക്കണം. ഓഫ് ചെയ്ത് തണുപ്പല്ലോ ഓഫ് ചെയ്തല്ലോ ഒന്നുമില്ല. ഓക്കെ, ഇതാണെന്ന് മനസ്സിലാ. ഇത് റഹീമിന്റെ ഉമ്മയാട്ടാ. റഹീമിന്റെ ഉമ്മയും ഓട്ടോ ഡെലിവറി ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഓൻ പുതിയ ഓട്ടോറിക്ഷ എടുത്തിട്ടാ റഹീം. എന്തെങ്കിലും പറയാണ്ടാ? അതല്ലേ, സന്തോഷമായാ? അവര് സപ്പോർട്ട് ചെയ്യാം, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. നല്ല അടിപൊളി ഉഷാറാണ്. ഓക്കെ ഓക്കെ, ശരിയെന്നാ, പോയിട്ട് വാ. ആ പറ. നന്നായി വരൂലേ? പിന്നെ നന്നായി വരാൻ വേണ്ടിട്ടല്ലേ ഓട്ടോറിക്ഷ എടുത്തത് അല്ലേ റഹീമേ? പുതുപുത്തൻ ഓട്ടോറിക്ഷയാണല്ലേ ഷോറൂമിൽ നിന്ന് ഇറക്കിയേക്കണത്. അപ്പൊ ഉമ്മക്ക് എന്തെങ്കിലും പറയാനുണ്ടാ? കടമൊക്കെ തീരുന്നേ. ഇനി പുതിയൊരു പുതിയ ഓട്ടോയിലൂടെ പുതിയൊരു ജീവിതമാണ് തുടങ്ങാൻ പോണത് അല്ലേ? എല്ലാവിധ മംഗളങ്ങൾ നേരുന്നു കേട്ടാ റഹീമേ. എന്നാ പിന്നെ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാട്ടാ വീഡിയോയുടെ താഴെ വന്നിട്ട്. എന്നാ പിന്നെ അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ. കേറിക്കോ റഹീമേ, പൈസ വാങ്ങിച്ചോട്ടാ. ഫസ്റ്റ് ഓട്ടോണ്. റഹീമിന് കൈനീട്ടം കൊടുക്കണോട്ടാ. പഠിച്ചോനൊക്കെ വിചാരിച്ചിട്ട്. കേറിക്കോ. അതെ, കൈനീട്ടം കൊടുക്കാൻ പോണ്. പഞ്ചായത്തില് റഹീമിന് കൈനീട്ടം കൊടുത്തിട്ടാ ഉമ്മ. മുറുക്കൊലിച്ചോ? അലിയാട് ഓക്കെ, എന്നാ പോയിട്ട് വാ. ശരി.